ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രേഡിംഗിലെ വളരെ കോമൺ ആയിട്ടുള്ള പക്ഷേ ഭയങ്കര അപകടം പിടിച്ചൊരു കെണയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഓവർ ട്രേഡിംഗ്? പിന്നെ എന്തിനാണ് ഒരൊറ്റ നല്ല ട്രേഡ് മതി എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാമല്ലേ. എന്തായിരിക്കും ട്രേഡിങ്ങിൽ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു തെറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ശരിയല്ലാത്തതുകൊണ്ടാണോ? അതോ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൂടുതൽ പേരും വിചാരിക്കുന്നത് സ്ട്രാറ്റജിയാണ് വില്ലൻ എന്നാ. പക്ഷേ സത്യം അതല്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി നല്ല സൂപ്പറായിരിക്കും, യഥാർത്ഥ പ്രശ്നം വേറെ എവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നത്. അതെ, ഇതാണ് ആ വില്ലൻ, ഓവർ ട്രേഡിംഗ്. മാർക്കറ്റ് ചെറുതായൊന്നനങ്ങുമ്പോഴേക്കും ചാടി കയറി ട്രേഡ് എടുക്കാനുള്ളൊരു വെപ്രാളമില്ലേ? അതുതന്നെ. ഒന്നോർക്കുക, ഒരു ദിവസം 10 ട്രേഡ് എടുക്കുന്നതിലല്ല, ഒരൊറ്റ നല്ല ട്രേഡ് കണ്ടെത്തുന്നതിലാണ് കാര്യം. ശരി, അപ്പം നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ഓപ്ഷൻ ട്രേഡിംഗിന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. നമുക്കാദ്യം ഒരു തുടക്കക്കാരന്റെ ട്രേഡിംഗ് ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കിയാലോ. ഈ പറയുന്ന ഇമോഷണൽ റോളർ കോസ്റ്റർ ഒരു പക്ഷേ നിങ്ങൾക്കും നല്ല പരിചയം കാണും. അപ്പോൾ കഥ തുടങ്ങുന്നു. രാവിലെ മാർക്കറ്റ് ഓപ്പണായി, എല്ലാം ശാന്തമാണ്. ഇന്നെന്തായാലും ലാഭമുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ട്രേഡർ സ്ക്രീനിന് മുന്നിൽ ഇരിപ്പാണ്. അപ്പോഴാണ് നിഫ്റ്റിയിലൊരു ചെറിയൊരു മൂവ്മെന്റ് കാണുന്നത്. ആഹാ, ഇതൊരു ചാൻസ് ആണല്ലോ, മിസ്സാക്കേണ്ടെന്ന് വിചാരിച്ച് ഉടനെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. മാർക്കറ്റ് പെട്ടെന്നൊരു യൂ ടേൺ എടുത്തു. കിട്ടിയ ചെറിയ ലാഭം പോയി, സംഗതി നഷ്ടത്തിലേക്ക് മാറി. ഒടുവിൽ കൂടുതൽ നഷ്ടം വരാതിരിക്കാൻ വെച്ച സ്റ്റോപ്പ് ലോസും ഹിറ്റായി. അപ്പോൾ ആദ്യത്തെ ട്രേഡ് പൊട്ടി. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പോയ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ. ആ ഒരു വാശിക്ക് അടുത്ത ട്രേഡ് എടുക്കുന്നു. നമ്മളിതിനെ റിവെഞ്ച് ട്രേഡ് എന്നൊക്കെ പറയും. പക്ഷെ സാധാരണ സംഭവിക്കാറുള്ളതുപോലെ അതും കൂടുതൽ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ദിവസം തീരാറാവുമ്പോഴേക്ക് നോക്കിയാൽ 5-6 ട്രേഡൊക്കെ എടുത്തിട്ടുണ്ടാവും. കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റലിന്റെ പകുതി കാലിയുമായിട്ടുണ്ടാവും. ഒരുപാട് തുടക്കക്കാർക്ക് ഇത് സംഭവിക്കാറില്ലേ? സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊന്ന് നോക്കിയേ. ഇതാണ് നമ്മൾ പെട്ടുപോകുന്ന ആ ഒരു ഇമോഷണൽ സൈക്കിള്. ആദ്യം നല്ല കൂളായിട്ടിരിക്കും, പിന്നെ ഒരു നഷ്ടം വരുമ്പോഴേക്കും ടെൻഷനാവും. ആ ടെൻഷനിലെ റിവെഞ്ച് ട്രേഡ് എടുക്കും. അവസാനം ഫുൾ നിരാശയാവും. ഈയൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലച്ചോറല്ല, വികാരങ്ങളാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഏറ്റവും അപകടമാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ഒരു പ്രൊഫഷണൽ ട്രേഡർ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ചെയ്യുക? അവരുടെ കളി മുഴുവൻ ക്ഷമയുടെയാണ്. ഈ വ്യത്യാസം കണ്ടോ? വളരെ ക്ലിയറാണ്. ഒരു ബിഗിനർ മാർക്കറ്റിലെ ഓരോ ചെറിയ അനക്കത്തിലും ട്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ അങ്ങനെയല്ല. അവർ നല്ല ക്ലിയറായിട്ടുള്ള ഉറപ്പുള്ള ഒരൊറ്റ അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. ഒരു പ്രൊഫഷണലിന്റെ മൈൻഡ് സെറ്റ് ഭയങ്കര സിമ്പിളാണ്. മാർക്കറ്റിനൊരു ദിശാബോധമില്ലേ? ട്രേഡില്ല. മാർക്കറ്റ് ഒരേ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണോ? ട്രേഡില്ല. എപ്പോഴാണോ നല്ലൊരു സെറ്റപ്പ് കിട്ടുന്നത്, അതും നല്ല സാധ്യതയുള്ളത്, അപ്പം മാത്രം അവർ എൻട്രി ചെയ്യും. സത്യം പറഞ്ഞാൽ എപ്പോൾ ട്രേഡ് ചെയ്യരുതെന്നറിയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാർക്കറ്റ് മണിക്കൂറുകളോളം ഒരു ബോക്സിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കാം. പ്രൊഫഷണൽ ട്രേഡർ ചുമ്മാ അത് നോക്കിയിരിക്കും, ഒന്നും ചെയ്യില്ല. എന്നിട്ട് എപ്പോഴാണോ ആ ബോക്സ് പൊട്ടിച്ച് മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ പോകുന്നത്, ആ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അവർക്ക് ഒരൊറ്റ ക്ലീൻ ട്രേഡ് മതി. അതെ, 1. ഈ ഒരൊറ്റ നമ്പറാണ് ഇവിടുത്തെ ഹീറോ. നല്ലോണം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരൊറ്റ ട്രേഡ്, അത് മതി ആ ദിവസം പ്രോഫിറ്റബിൾ ആക്കാൻ. ശരി, അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ട്രേഡിങ്ങിലെ ആ ഗോൾഡൻ റൂൾ? നമുക്ക് നോക്കാം. ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ. ട്രേഡിങ്ങിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എഡ്ജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജിയല്ല, പകരം എപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവാണ്. അതിനെയാണ് നമ്മൾ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബെസ്റ്റ് അവസരങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. ചില സമയങ്ങളിൽ ഏറ്റവും നല്ല ട്രേഡെന്ന് പറയുന്നത് ഒരു ട്രേഡും എടുക്കാതിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രേഡിങ്ങിന്റെ ഫിലോസഫി മുഴുവൻ ഈ ഒരു ലൈനിലുണ്ട്. അപ്പോൾ വിജയിക്കുന്ന ട്രേഡർമാർ മാർക്കറ്റിന്റെ പുറകെ ഓടുകയല്ല ചെയ്യുന്നത്. അവർ മാർക്കറ്റ് അവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് നന്നായിട്ടറിയാം, ക്ഷമയാണ് അവരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വെപ്പൺ എന്ന്. അപ്പോൾ പോകുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മാർക്കറ്റിന്റെ പുറകെ ഓടുകയാണോ, അതോ ശരിയായ അവസരം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ മാറ്റിമറിച്ചേക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ.